നമസ്കാരം. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറക്കുക എന്ന മലയാളത്തിലുള്ള ഒരു ചൊല്ലിനെ ശരിക്കും അന്വർത്ഥമാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ തൊട്ടയൽ രാജ്യമായ മാലദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഔദ്യോഗിക സന്ദർശനത്തിലാണ്. അവരുടെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാണ്. അവരുടെ പ്രതിരോധ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു പഴയ കാര്യം കൂടിയുണ്ട്. ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് അധികാരത്തിൽ വന്നത് ഇന്ത്യ ഔട്ട് എന്നുള്ളൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ്. ഇന്ത്യയായിരുന്നു അയാളുടെ കണ്ണിലെ ഏറ്റവും വലിയ ശത്രു. ഇന്ത്യ ചെയ്തത് നല്ല കാര്യങ്ങൾ മാത്രമാണ് മാലദ്വീപിൽ. അവർക്കവിടെ ആശുപത്രി നിർമ്മിച്ചു കൊടുത്തു, അവർക്ക് വിമാനം നമ്മൾ വെറുതെ കൊടുത്തു, രോഗികളെ അടിയന്തരമായി എത്തിക്കാൻ ഹെലികോപ്റ്റർ കൊടുത്തു. ഈ വിമാനം ഹെലികോപ്റ്റർ ചീത്തയായാൽ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ജീവനക്കാരെ വിട്ടുകൊടുത്തു, സൈന്യത്തെ വിട്ടുകൊടുത്തു. ഇതൊന്നും പോരാതെയാണ് കോടിക്കണക്കിന് രൂപ അവരുടെ വിവിധ മേഖലകളിൽ നമ്മൾ ചിലവഴിക്കാൻ വേണ്ടി കൊടുത്തു. ഇതൊന്നും കടമായി നൽകിയതായിരുന്നില്ല, നമ്മൾ സ്നേഹത്തോടു കൂടി ഒരു രാജ്യം നന്നാകട്ടെ എന്ന് കരുതി കൊടുത്തതായിരുന്നു. പക്ഷേ ഈ മുഹമ്മദ് മൊയ്സുവിനെയൊക്കെ പോലെയുള്ള മനുഷ്യരെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കിയത് ചൈനയിലേക്കാണ്. ചൈന ധാരാളം പണം വാരിക്കോരി മാലദ്വീപിന് കൊടുത്തിരുന്നു. പക്ഷേ അത് ഇന്ത്യ കൊടുത്തതുപോലെ വെറുതെ ആയിരുന്നില്ല, കടം കൊടുത്തത് തന്നെയായിരുന്നു. ഇപ്പോൾ വീണ്ടും മാലദ്വീപിൻ്റെ പുനർനിർമ്മാണത്തിനായി ചൈനയുടെ നേർക്ക് കൈനീട്ടിയപ്പോൾ നേരത്തെ വാങ്ങിച്ച കടവും പലിശയും തന്നിട്ട് ഇനി പൈസ തരാം എന്ന നിലപാട് അവർ സ്വീകരിച്ചു. പിന്നെ അവർ ചെയ്തത് ഓടി നടന്ന് ഗൾഫ് രാജ്യങ്ങളുടെ സഹായം തേടുക എന്നുള്ളതായിരുന്നു. പല ഗൾഫ് രാജ്യങ്ങളെയും സമീപിച്ചു എങ്കിലും അവരും കൈമലർത്തി കാണിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ മാലദ്വീപിൽ പ്രസിഡൻ്റാകുന്ന വ്യക്തി ആദ്യമായി രാജ്യത്തിന് പുറത്തേക്ക് ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത് ഇന്ത്യയിലേക്കായിരിക്കും. അത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. പക്ഷേ മുഹമ്മദ് മൊയ്സുവിനാകട്ടെ ഇന്ത്യ ഔട്ട് എന്നുള്ള മുദ്രാവാക്യം വിളിച്ച് അധികാരത്തിലെത്തിയ താൻ എന്തിനാണ് ആദ്യം ഇന്ത്യയിൽ പോകുന്നത് എന്നുള്ള ചിന്തയിലായിരിക്കാം ഇയാൾ ആദ്യം പോയത് തുർക്കിയിലേക്കാണ്, പിന്നീട് UAE പോയി, അത് കഴിഞ്ഞ് ചൈനയിലേക്ക് പോയി. എന്നാൽ പിന്നീട് സ്ഥിതിഗതികൾ മോശമാകുന്നു എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും ഇന്ത്യയുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതിനു മുമ്പ് നടന്നൊരു സംഭവം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ച സമയത്ത് അദ്ദേഹം അവിടെ ഒരു കസേര ഈസ്റ്റ് ചെയറിലിരിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. ഇത് വലിയ തോതിൽ അവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കാരണമായി. ഇതിനെ കളിയാക്കിക്കൊണ്ട് മാലദ്വീപിൽ തന്നെ ചില മന്ത്രിമാർ അവിടെ ചില കാർട്ടൂണുകളും മറ്റും ഇട്ടിരുന്നു, സോഷ്യൽ മീഡിയയിൽ ട്രോളാൻ തുടങ്ങി. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരുന്നു. ഇന്ത്യക്കാർ ഒന്നടങ്കം രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ച മോശമായ വാക്കുകൾ ഉപയോഗിച്ച് മാലദ്വീപിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി പോസ്റ്റുകൾ ഇട്ടു. അങ്ങനെ ശരിക്കു പറഞ്ഞാൽ മാലദ്വീപ് വെട്ടിലായ അവസ്ഥയിലേക്ക് തന്നെ ചെന്നെത്തിയിരുന്നു. ഏതായാലും തലകൂരാൻ പറ്റില്ല എന്ന് മനസ്സിലായത് കൂടി മുഹമ്മദ് മൊയ്സു സംഘവും ഒടുവിൽ നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയുടെ സഹായം തേടി ഇന്ത്യ ആകട്ടെ എല്ലാ കാലത്തും നമ്മുടെ അയൽ രാജ്യങ്ങളോടും മികച്ച ബന്ധം തന്നെയാണ് പുലർത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായി മുഹമ്മദ് മൊയ്സു സംഘവും വന്ന് സംസ്ഥാപരാതെ ഏറ്റു പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് ക്ഷമിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ കരുതാം. ഇന്ത്യ വീണ്ടും പഴയതുപോലെ എല്ലാ സഹായങ്ങളും അവർക്ക് നൽകി. മുഹമ്മദ് മൊയ്സു തന്നെ നേരിട്ട് ഡൽഹിയിലെത്തി മോദി ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ട് വല്ല വിധേനെ ഞങ്ങളെ സഹായിക്കണമെന്ന് കാൽക്കൽ വീണ് പറയുന്നതിന് സമമായ രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. അങ്ങനെ നമ്മൾ സഹായിച്ചു. ഇപ്പോൾ നരേന്ദ്രമോദിയെ അവരുടെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചിരിക്കുന്നു. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രോട്ടോക്കോളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ മുഹമ്മദ് മൊയ്സു എന്ന പ്രസിഡൻറ്റും അവിടുത്തെ വൈസ് പ്രസിഡൻറ്റും അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിമാരും അടക്കമുള്ള എല്ലാ VVIPകളും ഒത്തുചേർന്നാണ് സ്വീകരിച്ച് ആനയിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അവർ കാട്ടുന്ന ഈ സ്നേഹം കണ്ട നമ്മൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇങ്ങോട്ട് ഇത്രയും നെറുകേട് നമ്മളോട് കാണിച്ചിട്ടും നമ്മൾ തിരികെ അങ്ങോട്ട് ഇന്ത്യക്ക് ഒരു പാരമ്പര്യമുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്. അതനുസരിച്ച് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ അങ്ങോട്ട് അവരോട് കാണിച്ചത്. ഇന്ത്യയെ തള്ളിപ്പറയുകയും സദാസമയവും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഇന്ത്യൻ സൈനികരെ മടക്കി അയക്കുകയും നമ്മുടെ വിമാനമൊന്നും ഇനി അവർക്ക് വേണ്ട എന്ന് പറയുകയും നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രസിഡൻറ്റിനെ കുറിച്ച് മൊയ്സു പറഞ്ഞത് ഒരു രാജ്യം ഈ കസേരയിലിരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും, അടുത്ത കസേരയിലിരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് മാറിയിരിക്കും. ഒരു രാജ്യം ഉദ്ദേശിച്ചത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ പേരെടുത്ത് പറയാതെ നിരന്തരം അന്താരാഷ്ട്ര വേദികൾ വിമർശിക്കുമായിരുന്ന ഈ മുഹമ്മദ് മൊയ്സു അയാളുടെ അനുയായികളും ഇപ്പോൾ ഫലത്തിൽ നമ്മുടെ മുന്നിൽ സംസ്ഥാപരാധവും പറഞ്ഞ് കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിക്കു പറഞ്ഞാൽ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ മാസായി തന്നെയാണ് മാലദ്വീപിലെത്തിയിരിക്കുന്നത്. മോദിക്ക് മുന്നിൽ കുമ്പിട്ട് നിൽക്കുക തന്നെയാണ്. ഈ ഒരു കാലത്ത് ഇന്ത്യയെ ചീത്ത വിളിച്ച ഈ മുഹമ്മദ് മൊയ്സുവും അയാളുടെ സ്വന്തം പാർട്ടിയിലെ ഇപ്പോഴത്തെ അവിടുത്തെ മന്ത്രിമാരും പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും.